Hi dears, this is simply my passion. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുനാഫ ഡോ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല കുനാഫ ഡോ. UAE ആണെങ്കിൽ ഒരുവിധം എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. എന്നാൽ നാട്ടിൽ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഡോ കിട്ടാത്തതിൻ്റെ പേരിൽ ഉണ്ടാക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആണ് ഈ ഒരു വീഡിയോ. കുനാഫ ഡോ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം, പണിയൊന്നുമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് കോൺഫ്ലോർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് ആ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി അതൊരു അരിപ്പയിലിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ ഇതെന്തായാലും ഇതുപോലെ അരിച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫൈനായിട്ട് ആ ഡോ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മളിത് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹോൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ ഇതുപോലെ അരിച്ചെടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇനി ഞാനിത് ഈ മാവ് പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ എത്ര മാക്സിമം ചെറുതാക്കുന്നോ അത്രയും നല്ലതാണ്. അത്രയും ചെറിയ ഹോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പം ചൂടായ ഒരു പാനിലോട്ടേക്ക് ഇത് നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ആയിക്കിട്ട് ഒരു 3-4 സെക്കൻഡ്സ് കൊണ്ട് തന്നെ അതിങ്ങനെ പാനിന് വിട്ട് വരാൻ തുടങ്ങും. അന്നേരം തന്നെ പെട്ടെന്ന് അത് എടുക്കുക. കുറേ ടൈം വെച്ച് അത് കരിയുന്ന വരെ വെക്കരുത്. അതുപോലെ എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ മൂടിക്ക് ചെറിയ ഹോൾസ് ആക്കിയിട്ട് ഇതുപോലെ അതിൽ നിറച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ അതൊരു കിച്ചൺ ടവൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ക്രിസ്പി ആയിപ്പോവും, ഭയങ്കര ഹാർഡായിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ മൂടി വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ ഫ്രീസാക്കി വെക്കുക, എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി കുനാഫ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് കുറച്ചും കൂടി ഫൈൻ നേർങ്ങനെയാണ് ഉണ്ടാവുക. ഇത് കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും. അതിപ്പോൾ അവർ മെഷീനിലാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ കൈ കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കിയാലും നല്ല അടിപൊളി കുനാഫ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു ഡോ യൂസ് ചെയ്തിട്ടുള്ള കുനാഫ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ആയിട്ട് ഷെയർ ചെയ്യുക. നല്ല അടിപൊളി കുനാഫ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.